ഹായ്, നമസ്കാരം. പണം 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 പണമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പണത്തിന് വേണ്ടി എന്തിനും തയ്യാറാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയാണ്. എല്ലാം കളഞ്ഞ് സമയവും മനസമാധാനവും ഒക്കെ കളഞ്ഞിട്ട് അവർ ഓടുകയാണ്. അവസാനം അവരെങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പണം ഉണ്ടാകും. കാരണം മനുഷ്യരുടെ മുമ്പിൽ പണം ഉണ്ടെന്ന് കാണിക്കണം. ഈ ഉണ്ടാക്കുന്ന പണം ഉപയോഗിക്കാൻ പോലും ഇവറ്റകൾക്ക് സമയം ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല. എന്നിട്ടോ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി നഷ്ടപ്പെടുന്ന മനസ്സമാധാനം പിന്നെ പണം കൊടുത്താലൊട്ടോ കിട്ടാണ്ടുമാവും. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാനും ആവശ്യത്തിന് പണം കണ്ടെത്താനും ആ പണം നല്ലതിനൊക്കെ വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കാനും പഠിച്ചാൽ എത്ര സന്തോഷകരമായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ചിലപ്പോഴൊക്കെ ഞാൻ ഈ പ്രവാസ ലോകത്തിരുന്നിട്ട് ഇടയ്ക്ക് ചിന്തിച്ചു പോകും. ചില മനുഷ്യർ ചിലരെ കളിയാക്കുന്ന കണ്ടാൽ ഒന്നുമില്ലാതെ പ്രവാസ ലോകത്തേക്ക് വരുന്ന ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ കുറച്ച് പണമുണ്ടാക്കി ഇത്തിരി കുടവയറും ഒക്കെ വന്ന് പാൻറ് ഷർട്ടും ഒക്കെ ഇൻ ചെയ്ത് ഒരു കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് ആ വണ്ടിയുടെ പുറത്തു മാറി ഇങ്ങനെ ചാരി നിന്നിട്ട് സാധാരണ ജനങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങളോളം പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ പോകുമ്പോൾ പുച്ഛിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇത് കേട്ട് നിൽക്കുന്ന ചില ആൾക്കാരും ഉണ്ട്. കാരണം ഒരു ചായയൊക്കെ ഓസിനടിച്ച് കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ വൈകുന്നേരങ്ങൾ ചെറിയൊരു പെഗ്ഗും കൂടെ കുട്ടി അവർ സന്തോഷവാനാണ്. കാരണം മറ്റുള്ളവരെ ക്രൂശിച്ച് സംസാരിക്കുക, അത് കേട്ട് രസിക്കുക എന്നുള്ള ഒരു പ്രവണത കാണിക്കുന്ന കുറച്ച് പ്രവാസികളുണ്ട്. അപ്പം ഇത്തിരി കുടവേറും ഒക്കെ വന്ന് ഇങ്ങനെ പുച്ഛിക്കുന്ന അവരോട് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ചങ്ങാതി, ഇവരൊക്കെ പണിയെടുത്തിട്ട് സുന്ദരമായിട്ടായിരിക്കും അവർ ജീവിക്കുക. കഷ്ടപ്പാടുകളുണ്ടാവും, പക്ഷെ മറ്റാരെ അറിയിക്കാതെ സന്തോഷത്തോടു കൂടി ചിരിച്ച മുഖമായിട്ട് നടക്കും അല്ലേ? അവർക്ക് ഉള്ളതൊന്നും മനസമാധാനം ഉണ്ടാവും. എന്നാൽ ഈ പണം ഇങ്ങനെ ഉണ്ടാക്കിയവർ വീണ്ടും വീണ്ടും പണത്തിന് പിന്നാലെ തന്നെ പോവുള്ളൂ. അത് നേർവഴിക്കല്ല, ഏത് രീതിയിൽ വേണേലും പണം ഉണ്ടാക്കുക എന്നൊരു കൺസെപ്റ്റിൽ പോകുന്നവരുണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളിങ്ങനെ പുച്ഛിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചോണം. കണ്ട് കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ അല്ലേ? ഇന്ന് കാണുന്ന ആളിൽ നിന്ന് നാളെ കാണണമെന്നില്ല. അതൊക്കെ ഈശ്വര നിശ്ചയമാണ്. പിന്നെ നിങ്ങളിങ്ങനെ പുച്ഛിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണം. ഇടയ്ക്കൊക്കെ ചില കവിതകൾ, അമ്പലങ്ങളിൽ നിന്ന് വരുന്ന ചില ശ്ലോകങ്ങളൊക്കെ, നമ്മുടെ നാട്ടിൻപുറത്താണ് അതിരാവിലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചില ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കേട്ടു നോക്കണം. മഹാകവി പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിലെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ അല്ലേ? ഈശ്വരൻ വിചാരിച്ച ഒരു ദിവസമൊന്നും വേണമെന്നില്ല, 2 ദിവസമോ അല്ലെങ്കിൽ ഇത്തിരി സമയം കൊണ്ടൊക്കെ നിങ്ങൾ ഈ പുച്ഛിക്കുന്ന പോലെ നടക്കുന്ന മനുഷ്യരൊക്കെ അങ്ങോട്ട് കയറ്റണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം അങ്ങോട്ട് മുകളിൽ എത്തിച്ചിരിക്കും അത്രേ. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കളിയാക്കുമ്പോൾ, നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കുണ്ടികുലുക്കി പക്ഷി കുണ്ടി കുലുക്കുമ്പോൾ അതിൻ്റെ കുണ്ടിയാണ് കുലുങ്ങണത്, അല്ലാതെ ലോകമല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാവണം. ഇനി വളരെ വ്യക്തമായ രീതിയിൽ മറ്റൊരു വാക്കുണ്ട് അതിനകത്ത്. ആ കവിതാ സമാഹാരത്തിൽ മറ്റൊരു വളരെ വലിയൊരു വാക്കുണ്ട്. മാളികമുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. നിങ്ങളിങ്ങനെ പരിഹസിച്ച് ഇത്തിരി പണമൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങളുടെ മേളിൽ കയറിയെന്ന് സാധാരണക്കാരനൊക്കെ ഇങ്ങനെ പുച്ഛിച്ച് അഹങ്കരിച്ച് നടക്കുമ്പോഴേ വിഴുപ്പ് തുണി പോലെ ഈശ്വരൻ്റെ അടുത്ത് പുറത്ത് കളയുമെന്നും പറയുന്നുണ്ട്. അപ്പം നല്ലത് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനമൊക്കെ ചെയ്ത് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആരെയും പരിഹസിക്കാതെ ശരിക്കും ചിലരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, വളരെ മനോഹരമാണ്. അപ്പോൾ ബൈ.